മലപ്പുറം പന്തല്ലൂരിൽ ഭർതൃപിതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കി. വെള്ളില സ്വദേശി നിസാറിന്റെ ഭാര്യ തെഹദിലയാണ് മരണപ്പെട്ടത്. യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ ഇത് ആത്മഹത്യാ മരണമല്ലെന്നും ഗാർഹിക പീഡനമാണെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ഇതോടെ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അങ്ങനെ ഒത്തിരി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാവാം. ഇനി അതല്ല മറ്റേതെന്തും ചെയ്തോ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു നാട് മൊത്തം ഈ പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. നാട് ചെയ്ത് കഴിഞ്ഞ് ഭർതൃപിതാവ് ശാരീരികമായും മാനസികമായും യുവതിയെ ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്നു. ഏറെ നാളത്തെ മാനസിക സംഘർഷത്തിനൊടുവിലാകാം തെഹദില ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതേസമയം സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. യുവതിക്ക് 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 4 മക്കളാണുള്ളത്. ഭർത്താവ് നിസാർ വിദേശത്താണ്. ഭർത്താവിൻ്റെ ആ വീടിൻ്റെ മാലിന്യം ചെയ്യുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മാറിപ്പോകാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ വീട് ഈ കുട്ടിയുടെ അപ്പോൾ എന്നെ ഇട്ടൊന്നും പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നൊരു സൗകര്യം ആവശ്യം. നാട്ടുകാർ പറഞ്ഞു ഇവിടുത്തെ പള്ളിയിൽ തന്നെ സംസ്കരിക്കണം. നാട്ടുകാരെല്ലാവരും വളരെ എന്താ പറയുക അനുഭാവം അവർ കൂടെ നിന്നില്ല. നാട്ടുകാരെല്ലാം കൂടെ കൂടെ നിന്നിട്ട് ഇവർ ചെയ്ത് അത്ര മോശം നല്ല രീതിയിൽ തന്നെയാണ് നാട്ടുകാർ. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു അവിടെ തന്നെ ഞങ്ങളാവാൻ പറഞ്ഞു. അപ്പം പുള്ളിയുടെ വാഹനം വന്നിട്ടുണ്ട്. രാവിലെ വൈകുന്നേരം വേറെ വിളിച്ച് മുമ്പായിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട്. ഞാൻ ഇന്നലെ സംഭവം ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് തോന്നുന്നൊരു 500-1000 ആളുകളുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ പലതും പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ ഞാൻ ചോദിച്ചത് ഒരു അച്ഛൻ മകളെ ചെയ്യുന്ന ബുദ്ധിമുട്ട് മകൻ കെട്ടിക്കൊണ്ടുവന്ന മകൾ വന്നാൽ പെണ്ണ് വന്നാൽ മകളാണ്. ആ മകളെ ഈ തരത്തിൽ ചെയ്യുന്ന ഒരു വിഷയമാണ് ഞാൻ പുറത്തു പറയുന്നത്. അങ്ങനെ പുറത്തു പറയാത്ത എത്ര കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും, എത്ര കേസുണ്ടാവും. അതൊരു കേസാണ്. ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല, പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തില്ല. കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു തവണ ഞാൻ തുനിഞ്ഞതാണ്. അപ്പോൾ ഈ മോള് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കണ്ട, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ. ഈ ഗൾഫിൽ ഇവളോട് പറയാതെ പോയിട്ട് പോലും പിന്നെ അവളും സംസാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോലും അറിയാതെ അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് പോയിക്കായിട്ട് പിന്നെ വീട്ടിൽ അവിടെ വീട്ടിലും പ്രദേശങ്ങളെ കുറിച്ച് ഞാൻ പ്രശ്നം വരെ പോയിക്കോന്ന് 4 മക്കളാണ്. പ്രശ്നമില്ലാന്ന് ഇപ്പോൾ അവർ പറഞ്ഞ പ്രശ്നമില്ല പറഞ്ഞാൽ നമ്മൾ വിളിച്ചേണ്ട കാര്യമില്ല. അങ്ങനെ പ്രശ്നമില്ലാന്ന് അവർ പറഞ്ഞാൽ പോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ അവസാനം 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.